അസ്സലാമു അലൈക്കും. അപ്പോൾ ചങ്കളെ പുതിയ വർഷം പുതിയ പുലരി. അപ്പോൾ നമ്മളെ ഫോളോവേഴ്സിനോട് അതുപോലെ തന്നെ നമ്മളെ ചങ്കുകളോട് രണ്ട് വാക്കട്ടാ. പുതിയ വർഷക്കല്ലേ ഈ 2026 നിങ്ങൾ എന്താകും, അതുപോലെ തന്നെ നിങ്ങളുടെ 2026 നിങ്ങളുടെ പുതിയ ലക്ഷ്യം എന്താണ്? ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ആ വർഷം ഉണ്ടല്ലോ, ദുബായ്ക്ക് തിരിക്കുന്ന സമയത്ത് ഫ്ലൈറ്റിൽ ഇരുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു, ഈ വർഷം തിരികെ നാട്ടിലേക്ക്, ആ ഒരു വർഷത്തിനകത്ത് നാട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവും. ആ ഒരു പ്രതിജ്ഞ ആയിരുന്നു എൻ്റെ മനസ്സിൽ. അതുപോലെ തന്നെ ഞാൻ ആ ഒരു വർഷം കറക്റ്റ് 5 മാസം അതിൽ നീക്കി വെച്ചു. അതിനു വേണ്ടിയിട്ടുള്ള സംഗതിയൊക്കെ ഒപ്പിച്ചു, സമയം കണ്ടെത്തി, പൈസ കണ്ടെത്തി. ഇതൊരു ലക്ഷ്യമായിരുന്നു. അതുപോലെ തന്നെ ഈ വർഷം നിങ്ങളുടെയൊക്കെ മനസ്സിൽ എങ്കിൽ വരുന്നത് എന്താണ്? 2026 നിങ്ങളുടെ ലക്ഷ്യം പറയാൻ കാരണം, ഇപ്പോൾ അധിക ആളുകളും ലൈസൻസ് എടുത്തവരിലും അതുപോലെ തന്നെ വരുന്നവരിലും, ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നവരിലും ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നവരിലൊക്കെ അധിക ആളുകളും ഈ കഫ്റ്റീരിയ, ഗ്രോസറി, ഒരു ജോബ് ഒന്ന് മാറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ്. വളരെ അധികം ആളുകളും അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ആളുകളോട്, ഇനി നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ ആഗ്രഹമുള്ള ആളുകളോട് ഞാനൊരു വർഷം വെക്കുന്നു. നിങ്ങൾ ഈ വർഷം നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യം വെക്കുക. ഈ ഒരു 6 മാസത്തിനകം, 5 മാസത്തിനകം 2027 ആകുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവും എന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ട് തന്നെ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 4 മാസമോ അതിനു വേണ്ടി നീക്കി വെക്കുക. കാരണം ഈ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഈ ലെവലിലെ ആളുകളാണ് ഇതിൽ തന്നെ വളരെ ഒരു മീഡിയം ലെവലിൽ ശമ്പളം മേടിക്കുന്നു. 1500ഉം 1200 ശമ്പളം വാങ്ങുന്നത്. അവർ ഇവിടുത്തെ ചിലവ് കാണണം, അതുപോലെ തന്നെ നാട്ടിലെയും ചിലവ് കാണണം. അപ്പോൾ ഈ ഒരു ടേം നിങ്ങൾ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാം. ഈ വർഷം 2026 അവസാനിക്കുമ്പോഴേക്കും എൻ്റെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്ത വർഷം ഞാൻ നിലവിലുള്ള ജോബിൽ ഒന്ന് മാറ്റിപ്പൊടിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോബായിരിക്കും എനിക്ക് അടുത്ത വർഷം കിട്ടുക എന്നെങ്കിലും ഒരു പ്രതിജ്ഞ ഉണ്ടാക്കാം നിങ്ങളുടെ മനസ്സിലാക്കും. അപ്പോൾ പുതിയ വർഷം പുതിയ പുലരി. ഹാപ്പി ന്യൂ ഇയർ.